ഹായ്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിയായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. സുതി മരിച്ചിട്ട് 2 വർഷമായി. ഇന്നും രേണുസുതിക്ക് പൊങ്കാല ഒഴിഞ്ഞിട്ടുള്ള സമയമില്ല. ഇതിന് മാത്രം പൊങ്കാലയിട്ട് അവരെത്രമാത്രം എന്താ പറയുക തേജോവധം ചെയ്യാനായിട്ട് എന്ത് തെറ്റാണ് രേണുസുതി നമ്മളോട് ചെയ്യുന്നത്. ജീവിത നിവൃത്തിക്കായിട്ട് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആൾക്കറിയുന്ന ഒരു മോഡലിംഗ് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് മാന്യമായി ചെയ്യുന്നതും. ഇത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് മാന്യമായി ചെയ്തുകൂടെയെന്ന്. എന്താണ് അവർ മാന്യത വിട്ടതിൽ ചെയ്യുന്നത്? ഒരു ഫോട്ടോഷൂട്ടിന് മുമ്പ് പൊക്കിൾ കാണിച്ച് ഫോട്ടോ എടുക്കുന്നതോ, അതോ സ്ലീവ്ലെസ് എടുത്ത് ഫോട്ടോ എടുക്കുന്നതോ, അതെല്ലാം ഷോർട്ട് ഫിലിം അഭിനയിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നതും. ഇതിലും എന്താ പറയുക, എന്താ മാന്യതക്കുറവ്? നമ്മൾ ഒരുപാട് സിനിമകളും സീരിയലും അതുകളും മറ്റെല്ലാതിലും കാണുന്നുണ്ട്. ഇതിനേക്കാൾ വൾഗറായിട്ട്, ഇതിനേക്കാളും ലൈവ്ലി ആയിട്ട് എന്താ പറയുക സെലിബ്രിറ്റികൾ അഭിനയിക്കുന്നതും അഭിനയിക്കാത്തതും. ഇപ്പോൾ ഓരോ ഇനോഗ്രേഷനൊക്കെ ഓരോ സെലിബ്രിറ്റികളും വരുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ വൾഗറായിട്ടാണ്. അതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയാനില്ലേ? ഇതിന് മാത്രം പൊങ്കാലയിട്ട് എന്താ പറയുക അവരെ തേജോവധം ചെയ്യാനായിട്ട് എന്ത് തെറ്റാണ് അവർ നിങ്ങളോടൊക്കെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിനോട് ചെയ്യുന്നത്? എന്താണ് രേണുസുതി മാത്രം ടാർഗറ്റായിട്ടിരിക്കുന്നത്? അതെന്താണ് എന്നുള്ളത് ഒരു പിടികിട്ടാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു സോഷ്യൽ മീഡിയയിൽ. വിളിച്ചിരുത്തി രേണുസുതിയെ എന്താ പറയുക നാറ്റിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഇൻ്റർവ്യൂ. അതിൽ ആ ഇൻ്റർവ്യൂവർ എന്താണ് ഉദ്ദേശിച്ചത്? അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു വ്യക്തിയെ വിളിച്ചിരുത്തി അവരുടെ ഇത് കൂട്ടാനായിരിക്കാം. അല്ലാതെ പിന്നെ ഇങ്ങനൊരു വ്യക്തിയെ വിളിച്ചിരുത്തി ആ വ്യക്തിയെക്കുറിച്ച് മോശം അഭിപ്രായമുള്ളൊരു ചാനൽ അല്ലെങ്കിൽ മോശം അഭിപ്രായമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയെ തന്നെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഇൻ്റർവ്യൂവർ മാന്യമായ ഒരു ബേസിക്കായിട്ട് അനുശാസിക്കേണ്ട കുറച്ച് മാന്യതകളില്ലേ, അതുപോലും അനുശാസിക്കാതെയാണ് രേണുസുതിൻ്റെ ഫ്രണ്ടിൽ വിളിച്ചിരുത്തി വളരെ മോശമായ രീതിയിൽ അവരോട് ഓരോന്ന് ചോദിക്കുന്നത്. പക്ഷേ രേണുസുതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർക്ക് മറുപടി കൊടുക്കുന്നതും പ്രതികരിക്കുന്നത്. ഇതിൽ വൾഗറായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വൾഗറായിട്ട് എത്രയോ സെലിബ്രിറ്റികൾ, എത്രയോ ഫിലിം ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ നമ്മുടെ ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കേരളത്തിൽ തന്നെ എത്രയോ ആക്ടേഴ്സിനെയും ആക്ട്രസിനെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരെങ്കിലും അവരെ വിളിച്ചിരുത്തി ഈ സെയിം ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുമോ? താങ്കൾ ഇന്ന ഇതിലുണ്ടായിരുന്നല്ലോ, അത് താങ്കൾ ശരിയായിരുന്നോ അല്ലെങ്കിൽ ഇതായിരുന്നോ? ചോദിക്കോ? ഇല്ല, ചോദിക്കാൻ ധൈര്യപ്പെടില്ല. എന്തുകൊണ്ടാണ്? പണിപ്പാളും മോനെ ദിനേശ അല്ലേ? അതാണ് ഇവിടെ രേണുസുതി ഒരു ആരുമില്ലാത്തൊരു പാവം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അല്ല, ഒരു എന്താ പറയുക ഫിനാൻസ് പരമായിട്ടും സപ്പോർട്ടില്ല. അവരൊക്കെ സെലിബ്രിറ്റികളാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ കുഴപ്പം. ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ മാന്യമര്യാദയെ ജീവിക്കണം എന്നൊരു കമൻറ്റിൽ ഞാൻ കണ്ടു. എന്താണ് ഈ മാനവ മര്യാദയും? അവർക്ക് അറിയാവുന്ന തൊഴിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതാണോ അവർ ചെയ്യുന്നത് തെറ്റ്? അല്ല, ഈ മാന്യമര്യാദ എന്തായെന്ന് ഈ പൊങ്കാല ഇടുന്ന നമ്മുടെ കേരളത്തിലെ കുലസ്ത്രീകളും കുലപുരുഷന്മാരൊന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അവർ ചെയ്യായിരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ ഇറങ്ങിച്ചെന്ന് അവരെ ക്രിട്ടിസൈസ് ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഈ ചൊറിയന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്യുന്ന ഈ പൊങ്കാലയാണോ മാന്യവും മര്യാദയും? അതാണോ? അപ്പോൾ മാന്യമര്യാദയുള്ള നമ്മുടെ കേരളത്തിലെ സംസ്കാര സമ്പന്നരായിട്ടുള്ള പൊങ്കാല വീരന്മാരെ വീരത്തികളെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളാദ്യം മാന്യമര്യാദ പഠിക്കുക. മറ്റുള്ളവരെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കമന്റിടാതിരിക്കുക. അതാണ് മാന്യവും മര്യാദയും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് നമ്മൾ ഇടപെടാതിരിക്കുക എന്നത് തന്നെയാണ് മാന്യവും മര്യാദയുള്ള ഏതൊരു വ്യക്തിക്കും അനുവർത്തിക്കേണ്ട കാര്യം. അല്ലാതെ മാന്യമര്യാദയെ പഠിച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം സഹോദരന്മാർ? എന്താണ് പ്രശ്നം? കഴിഞ്ഞ ദിവസം വേറെ ഒരു യൂട്യൂബിലത്തെ ഒരു ബ്ലോഗർ പറയുന്നത് കേട്ടു, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുസുതിയുടെ അതിന് വേറെ വാക്കാ പ്രയോഗിച്ചത്, ഇവരെ പേക്കോല കാണണ്ടേന്ന്. എന്തിന് കാണണം? താങ്കൾക്ക് കാണണ്ടാന്നുണ്ടെങ്കിൽ അത് നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് അത്തരം വീഡിയോ വരില്ല.
അതായത് താങ്കൾക്ക് കാണാന്നുണ്ടെങ്കിൽ അത്രയും വീഡിയോസ് വരില്ല. ഇത് ആ വീഡിയോ കാണാൻ വേണം, വീഡിയോയ്ക്ക് അഗൈൻസ്റ്റ് വ്യൂസ് കിട്ടാനായിട്ട് വീഡിയോ ചെയ്യുകയും വേണം. അത് കഴിഞ്ഞിട്ട് പൊങ്കാലയിടുന്ന വീഡിയോ, തെറി വിളിക്കുന്ന വീഡിയോ ഇടുകയും വേണം. എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ചാനൽ കുറച്ച് അപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എന്തിനാത്? അപ്പോൾ അവരും ബേസിക്ക് ചെയ്യുന്നത് എന്താണ്? ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ വഴിക്ക് വിടുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ആദ്യം നോക്കുക, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ പൊങ്കാലയിടാനായിട്ട്. എന്തായാലും ഞാൻ രേണുസുധിയുടെ ഒപ്പം നിന്നാണ്. കാരണം അവർ മാന്യമായി ജീവിക്കുന്നു, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഭാഷയിൽ ചെയ്ത് ജീവിക്കുന്നു. പിന്നെ ബോഡി ഷേമിങ് ഞാൻ കണ്ടു, ബോഡി ഷേമിങ് നടത്തുന്ന ആ വീരന്മാരെ. എന്താണത്? അപ്പോൾ അവരുടെ ബോഡി എത്ര മനോഹരമായിട്ട് വേണം അവർ ഈ വീഡിയോ ചെയ്യാനായിട്ട്. അതെങ്കിലും ആലോചിക്കാനുള്ള കോമൺ സെൻസെങ്കിലും ഇത്തരം ആൾക്കാർക്കുള്ളെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. എന്തായാലും രേണുസുധിക്ക് കട്ട സപ്പോർട്ടാണ്. അവർ ജീവിക്കട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ, എല്ലാവിധ ആശംസകളും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. പൊങ്കാലയായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ബൈ.